നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഇനി ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും ശത്രുവിനെ കൃത്യമായി കണ്ടെത്തി അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ശത്രുവിൻ്റെ പാളയം തകർക്കാനായി ഇന്ത്യ ഇസ്രയേൽ കരുത്തനെ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ നാവികസേന ലോറ എന്ന ഇസ്രയേലിൻ്റെ ദീർഘദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ എന്താണ് ഇസ്രയേലി നിർമ്മിത ലോറ മിസൈൽ? വളരെ വ്യക്തമാണ്. 400 കിലോമീറ്ററിനപ്പുറം വരെ പാഞ്ഞു ചെന്ന് ശത്രു റഡാറുകളെ തകർക്കാൻ കഴിയും. ഇതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനം, കൺട്രോൾ സിസ്റ്റം, ഇതിനെയൊക്കെ തന്നെ ഒരൊറ്റ വിക്ഷേപണത്തിലൂടെ തകർക്കാൻ ലോറയ്ക്ക് കഴിയും. ലോറയുടെ പൂർണ്ണ രൂപമെന്ന് പറയുന്നത് ലോങ് റേഞ്ച് ആർട്ടിലറി എന്നുള്ളതാണ്. 430 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇതിന് പാഞ്ഞു ചെന്ന് പാകിസ്ഥാന്റെ റഡാർ കേന്ദ്രങ്ങളെ തച്ചു തകർക്കാൻ, തരിപ്പണമാക്കാൻ, ഭസ്മമാക്കാൻ സാധിക്കുമെന്ന് സാരം. യുദ്ധവിമാനങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഒരു അകലത്തിൽ നിന്നുമൊക്കെ തന്നെ ഈ മിസൈലിനെ നമുക്ക് വിക്ഷേപിക്കാനായി സാധിക്കുമെന്ന് മാത്രമല്ല, വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനം തകർക്കാനുള്ള ലോറയുടെ കഴിവ് അപാരമാണ്. സമ്മതിച്ചു കൊടുത്തേ തീരൂ. ഇപ്പോൾ ഇന്ത്യ ലോറ ഇസ്രയേലിൽ നിന്നും വാങ്ങാനല്ല ഒരുങ്ങുന്നത്. ഇസ്രയേലിൻ്റെ സഹായത്തോടെ ലോറ മിസൈൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ആലോചിക്കുന്നത്. ബ്രഹ്മോസും സ്കാൽപ്പും പോലുള്ള മിസൈൽ ഉണ്ടെങ്കിൽ പോലും അതിവേഗത്തിൽ ദീർഘദൂരത്തുള്ള തന്ത്രപ്രധാന സ്ഥലങ്ങളെ തകർക്കുന്ന ലോറ കൂടി ഇന്ത്യയുടെ കലവറയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആയുധക്കരുത്ത്, മിസൈൽ പവർ എന്ന് പറയുന്നത് 10 മടങ്ങാകും. ലോറയുടെ കരുത്ത് കുറഞ്ഞ റാംപേജ് മിസൈലുകളും ഇസ്രയേലാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിൽ സമാനമായി തന്നെ ഈ മിസൈലും ഇന്ത്യ പാകിസ്ഥാനെതിരെ കൃത്യമായി ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയാണ് ഇത് കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത്. സുഖോയ് മിഗ് വിമാനങ്ങളിൽ നിന്നാണ് റാംപേജ് മിസൈൽ തൊടുത്തുവിട്ടത്. ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായി ചേർന്നുകൊണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലാണ് റാംപേജ് മിസൈലുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്യാനും പതിയെ പതിയെ ഉൽപ്പാദിപ്പിക്കാനും തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ചെടുക്കാനുമായിട്ടുള്ള കരാറിലേക്ക് എത്തിയത്. ശത്രുവിനെ സംബന്ധിച്ച് ഏറെ ചങ്കിടുപേറ്റുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നു. വൈകാതെ തന്നെ ലോറ മിസൈൽ ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് പിന്നീട് നിർമ്മിക്കാനുള്ള കരാർ ഇസ്രയേലുമായി ഇന്ത്യ ഒപ്പുവെക്കും. അതോടെ മിസൈൽ പവറിൽ ഇന്ത്യ ഈ മേഖലയിൽ തന്നെ കരുത്തുറ്റ രാജ്യമായി വളർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങൾക്ക് വലിയൊരു താക്കീത് കൂടിയാണ് ഇതിലൂടെ നാം നൽകുന്നത്.